ഡൽഹിയിൽ വായുമലിനീകരണം എന്ന് ചൂണ്ടിക്കാട്ടി വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി. പക്ഷേ പ്രതിഷേധം എന്താണ്? പ്രതിഷേധത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് മാവോയിസ്റ്റുകൾക്ക് അനുകൂലമായി. അവിടെയും മലയാളികളുടെ സാന്നിധ്യമുണ്ട്, മലപ്പുറം സ്വദേശിയുടെ സാന്നിധ്യമുണ്ട്, തൃശ്ശൂർ സ്വദേശിയുടെ സാന്നിധ്യമുണ്ട്. എന്തുകൊണ്ട് എല്ലായിടങ്ങളിലും മലയാളികൾ? മലയാളികളെ നമ്മൾ മൊത്തത്തിൽ അടച്ചാക്ഷേപം ശരിയല്ല. ഈ മലയാളികളിലെ ചില വിഷങ്ങളുണ്ട്. അതായത് ഡൽഹി കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ചില പാഷാണ വിഷങ്ങൾ. അതിൽപ്പെട്ട രണ്ടുപേരാണ് ഈ പറഞ്ഞതുപോലെ ഇന്നലത്തെ ഡൽഹിയിലെ പ്രതിഷേധത്തിൽ. അതിൽ ഒന്ന് ഫാത്തിമ വഹാബ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും സമീർ ഫായിസ് എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പം. ഇവർ രണ്ടുപേരാണ് ഇന്നലെ മുൻനിരയിൽ ഉണ്ടായിരുന്നു ഈ സമരത്തിൽ. അപ്പോൾ അവരുടെ ആവശ്യം നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിൽ വർദ്ധിച്ചു വരുന്ന ഈ മലിന വായു, അല്ലെങ്കിൽ അത് വലിയൊരു വിഷയമാണ്. ഡൽഹിയിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്നൊരു വിഷയമാണ്. അതിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ താഴെ പോവുകയും ആൾക്കാർ ശ്വസിക്കാൻ കഴിയും, കുട്ടികൾക്ക് ഈ ചുമ മുതലായ വിഷയങ്ങൾ ഉണ്ടാകുന്നൊരു കാലാകാലങ്ങൾ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ കാരണങ്ങൾ മറ്റ് പലതുമാണ്. കേവലം ഇപ്പം ഡൽഹിയിലെ സർക്കാർ വിചാരിച്ചാൽ തീർക്കാൻ കഴിയുന്നൊരു വിഷയമല്ല. മുമ്പ് കേജ്രിവാൾ ഭരിച്ചിരുന്നപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അർബൻ നക്സൽസ്, അതുപോലെ തന്നെ തീവ്ര ഇടത് നക്സലുകൾ, അവരിപ്പോൾ അവരുടെ പ്രതിഷേധത്തിന് ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് പ്രകൃതി സ്നേഹികളായിട്ടും കാലാവസ്ഥാ സംരക്ഷകരുമായിട്ടാണ്. ഒരു പുതിയ വേഷവിധാനമാണ്. നേരത്തെ മുമ്പുള്ളത് ഏതാണ്ട് അവർ വിട്ടു. ഇതുകൊണ്ട് ഇനി സാഹിത്യ പ്രവർത്തകരായിരുന്നല്ലേ അതൊന്നും സാഹിത്യം ഇപ്പം ഇല്ലല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്യാപകത്തോടുകൂടി ഈ സാഹിത്യം ഇല്ല, സാഹിത്യകാരന്മാരെ ആളെ മൈൻഡ് ചെയ്യാറുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പോയി. പിന്നീട് ഹിസ്റ്റോറിയൻസ് ആയിരുന്നു, ചരിത്രകാരന്മാരായിരുന്നു പിന്നീട് ജനതയെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നത്. അതും ഏതാണ്ട് ഒരു നാശത്തിൻ്റെ വഴിയിലായി. കാര്യം ആളുകൾക്ക് സത്യം മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാം മാളത്തിൽ ഒളിച്ചു. സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്ക് ഇവർ പ്രചരിപ്പിച്ച കള്ളചരിത്രമല്ല, യഥാർത്ഥ ചരിത്രം വേറെയാണ് എന്ന് ആളുകൾ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അവരും മാളത്തിൽ ഒളിച്ചു. ഇപ്പോൾ ഈ പുതിയ രീതിയാണ് എന്താണ് ഈ എൻവയോൺമെൻ്റൽ ആക്ടിവിസം. അതാണ് അവരുടെ ഏറ്റവും പുതിയൊരു പരിപാടി. അതിനകത്ത് അവർ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഒന്ന് കാലാവസ്ഥയ്ക്കെതിരെയും, രണ്ട് ഈ പ്രകൃതി ശോഷണത്തിനെതിരെയും. ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇന്നലെ അവിടെ പങ്കെടുത്ത രണ്ട് സംഘടനകൾ, ഒന്നിൻ്റെ പേര് ഭഗത് സിംഗ് ഛത്ര ഏകതാ മഞ്ച് എന്നാണ്, മറ്റൊന്നിൻ്റെ പേര് ഹിമഖണ്ഡ്. ഈ രണ്ട് സംഘടനകളാണ് ചേർന്നാണ് ഇന്നലെ അവിടെ പ്രതിഷേധം നടത്തിയത്. അതിൽ ഈ പറഞ്ഞ ഈ രണ്ട് പേര്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രണ്ട് മലയാളി പിള്ളേരും ഇതിലെ മുൻനിരയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കാലാവസ്ഥ സംരക്ഷിച്ചോളൂ, കാലാവസ്ഥയും സംരക്ഷിക്കണം, പ്രകൃതി നമുക്ക് വേണം. അങ്ങനെ ഒരു ഗ്രൂപ്പ് വരുന്നത് നല്ലത് തന്നെയാണ്. എല്ലാവർക്കും ഗുണമുണ്ട്, അവർക്ക് മാത്രമല്ലല്ലോ, മൊത്തം ആളുകൾ ഗുണമുണ്ടാവുമല്ലോ. പക്ഷേ ഇന്നലെ ഇവർ സമരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ സമരത്തിൻ്റെ രൂപം മാറി, ഭാവം മാറി. ഇവർ മുദ്രാവാക്യം വിളിക്കുന്നവർ സമരത്തിൻ്റെ രൂപം, ഭാവം, മാവം മാറുമെന്ന് പറയില്ല, അതുപോലെ ഇന്നലെ മാറിയപ്പോഴത്തേക്ക് ചുരുട്ടിക്കൊണ്ടുവന്ന ചില പോസ്റ്ററുകൾ ഉയർത്തി കാണിച്ചു. ആ പോസ്റ്ററിൽ ഉള്ള ചിത്രം എന്ന് പറയുന്നത് ഹിത്മയുടെ ചിത്രമാണ്. ഹിത്മ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ സുരക്ഷാസേന വെടിവെച്ചു കൊന്ന 1 കോടി രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന ഏറ്റവും വലിയ നക്സൽ ആയിരുന്നു ഈ ഹിത്മ. അപ്പോൾ പുള്ളി 100 കണക്കിന് നമ്മുടെ ജവാന്മാരെ, അതായത് പാരാമിലിറ്ററിയിലെ ജവാന്മാരെയും അതുപോലെ തന്നെ എണ്ണമറ്റ തരത്തിലുള്ള ഗ്രാമവാസികളെയും ഗോത്രഭാഗക്കാരെയും ഇയാൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അതിക്രൂരമായി. എന്നിട്ട് എത്രയോ കാലം കാടടക്കി ഭരിക്കുകയും അവിടെയുള്ള ജനങ്ങൾക്ക് വികസനം എത്തിക്കുന്നതിൽ തടസ്സം ഉണ്ടാക്കുകയും ചെയ്ത ഒരു വൃത്തികെട്ട ഒരു പോരാളിയായിരുന്നു ഈ ഹിത്മ. അയാളെ വെടിവെച്ചു കൊന്നു. പക്ഷേ ഇന്നലെ അവർ സമരം നടത്തിയപ്പോൾ ഈ പറഞ്ഞ ഈ പ്രകൃതി സ്നേഹികൾ ഇന്നലെ ഉയർത്തിയ ബാനറുകളും ചിത്രങ്ങളും നടന്നത് ഹിത്മയാണ്, ഹിത്മ ഞങ്ങളുടെ നേതാവാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ പോലീസിൻ്റെ കാര്യം വ്യക്തമായി. കാരണം ഇവർ വന്നത് എന്താണ്, കാലാവസ്ഥ സംരക്ഷിക്കാനല്ല. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റേ മാവോയിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക, അതുവഴി ഒരു വിഷയം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ട് ഇന്നലെ പോലീസ് നല്ല രീതിയിൽ അവരെ കൈകാര്യം ചെയ്തു. മാത്രമല്ല നമ്മൾ ഓർക്കേണ്ട ആക്രമിച്ചിട്ടുണ്ട്, പെപ്പർ സ്പ്രേ അടക്കമുള്ള ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചെന്നറിയാം. പെപ്പർ സ്പ്രേ, ചില്ലി സ്പ്രേ വെച്ചിട്ട്, അതായത് മുളക് പൊടി സ്പ്രേയിൽ കരുതിയിട്ട് കണ്ണ് നോക്കി അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഒരു നക്സൽ സ്വഭാവമാണ്. ജെഎൻയുവിൽ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് പറയാൻ കഴിയും, അവരെ നിങ്ങൾ പ്രതിഷേധിച്ചോളൂ. പ്രതിഷേധിക്കുന്ന സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, സെക്യൂരിറ്റി ഫോഴ്സസ് വരും, തടയും, ചിലപ്പോൾ അവർ വെള്ളം ചീറ്റും, ചിലപ്പോൾ ലാത്തി ചാർജ് ചെയ്യും. ഇതൊക്കെ എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ഒരു സുരക്ഷാ നടപടിക്രമമാണ്, മറ്റാരും ബാധിക്കാതിരിക്കാൻ വേണ്ടി എന്ന് കരുതി നിങ്ങൾ ഈ പോലീസിൻ്റെ നേരെ
എന്താണ് ഈ പിന്നെ മുളക് പൊടി സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അതായിരുന്നാൽ അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പോലീസുകാർ ഇത് കുറച്ച് വയലൻ്റ് ആയിട്ട് ഇന്നലെ പെരുമാറിയത്. ഇനി മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഘടന, അതായത് ഈ ബീസം എന്ന് പറയുന്ന ഭഗത് സിംഗ് പിന്നെ എന്താണ് ഭഗത് സിംഗ് ഛത്ര ഏകതാ മഞ്ച് എന്ന് പറയുന്ന ആ സംഘടനയുടെ അതിൻ്റെയും ഹിമകണ്ഠിൻ്റെയും ചില നേതാക്കൾ ഈ അടുത്ത കാലത്ത് പ്രശാന്ത് ഭൂഷണെ വിസിറ്റ് ചെയ്തു. പ്രശാന്ത് ഭൂഷൺ നമുക്കറിയാമല്ലോ, രാജ്യം എങ്ങനെ കുട്ടിച്ചോറാക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു കുരുട്ട് വക്കീലാണ് പ്രശാന്ത് ഭൂഷൺ. സർവ്വ അർബൻ നക്സലുകളെയും പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ രാജ്യം നശിക്കാൻ വേണ്ടി പിന്നെ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളുടെയും ഗോഡ് ഫാദറാണ് ഈ മനുഷ്യൻ. അപ്പോൾ ഇവർ ഈ രണ്ട് സംഘടനകളെ നേതാക്കൾ കഴിഞ്ഞ ദിവസം പ്രശാന്ത് ഭൂഷണെ വന്ന് കണ്ടിരുന്നു. ഇതേ കക്ഷിയാണ് 2020 ഡൽഹി റൈറ്റ്സ്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഷർജിൽ ഇമാമും ടീമും ഒക്കെ ഉള്ള ഡൽഹിയെ പിന്നെ ആകെ കുളമാക്കിയ ഒരു സമരമുണ്ട്, CIK കേരള സമരം. അപ്പോൾ അതിൻ്റെയും സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ പ്രശാന്ത് ഭൂഷൺ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേവരെ ഇയാൾ കണ്ടു എങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സർക്കാരിനെതിരെ, നിലവിലുള്ള ഗവൺമെൻറ്റിനെതിരെ പിന്നെ നക്സൽ ബാരികളെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം വീണ്ടും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് അനുകൂലമായ വർത്തമാനങ്ങളുടെ ബിനോയ് വിശ്വവും പറയുന്നത്. D. രാജ പറഞ്ഞെന്താണ്? പിന്നെ അവരെ ചർച്ചയ്ക്ക് വിളിക്കണമെന്നാണ്. ആരെ? നക്സലുകളെ. ആളുകളെയും സെക്യൂരിറ്റി ഫോഴ്സിനെയും വെടിവെച്ച് കൊല്ലുന്ന എന്ത് ചർച്ച വിളിക്കുക ചെയ്യാനാണ്? അവരെ വെടിവെച്ച് കൊല്ലുകയാണ്, അതാണ് വേണ്ടത്. രാജ്യത്തിൻ്റെ വികസനത്തിനും പൗരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയായിട്ട് ഏത് സംഘടന എന്നാലും അവരെ എന്താണ് ഒരു മയമില്ലാതെ കൈകാര്യം ചെയ്യണം, അതാണ് വേണ്ടത്. അപ്പോൾ ഈ CPI എന്ന് പറയുന്ന പാർട്ടി, അവരുടെ പാർട്ടിയുടെ പേരാണ് CPI ബ്രാക്കറ്റ് ML കൂടിയുണ്ട്. അപ്പോൾ ഇവർ രണ്ടിനും ഒന്നാണ്. അപ്പുറത്തെ ML ഇപ്പുറത്തേക്കുമ്പോഴത്തെ ജനകീയ പാർട്ടി. ഈ രൂപത്തിൽ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ അല്ല. പക്ഷേ കേരളത്തിൽ അവരുടെ പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ വെടിയുണ്ടയാണ് മറുപടി മാവോയിസ്റ്റുകൾക്ക്. കേരളത്തിൽ വെടിയുണ്ടയാണ് നൽകുന്ന മാവോയിസ്റ്റുകൾക്ക്. അതെ, തീർച്ചയായിട്ടും കേരളത്തിൽ അവർക്ക് ആവാമല്ലോ. കാരണം വെച്ചാൽ ഈ പിന്നെ പക്ഷെ ഉത്തരേന്ത്യയിൽ ചെയ്ത അത് വർഗീയ ഫാസിസ്റ്റ് കാരണം എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. അതിനിവിടെ പിന്നെ എന്താണ് ചൂട്ടുപിടിക്കാനും കുട പിടിക്കാനും കുറേ മാധ്യമങ്ങളുള്ളതുകൊണ്ട് അതിനവർക്ക് വിഷമമില്ല. അവരുടെ അജണ്ട ഡൽഹിയിൽ അവർക്ക് നടപ്പിലാക്കാൻ കഴിയും. പക്ഷേ ഈ പറഞ്ഞ ഈ പക്ഷേ ഉണ്ടല്ലോ, ഈ പിന്നെ പ്രധാനമായിട്ട് മുന്നിൽ രണ്ട് കുട്ടികളെന്ന് പറയുന്നത് അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമുണ്ട്. കാരണം പിന്നെ ഡൽഹിയിലെ ജമാഅത്തിൻ്റെ പിന്തുണയും ഈ പിള്ളേർക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവർ JNUവിൽ പഠിക്കാനാണ് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ പഠന സമയത്ത് ഈ പറഞ്ഞ എന്ത് ചെയ്യാം, പ്രതികരിക്കാൻ, സമരം ചെയ്യുക, അതൊക്കെ നല്ലത് തന്നെയാണ്. രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ഗുണകരമില്ല സമരം ചെയ്യണം. ഇതങ്ങനെയല്ലല്ലോ, രാജ്യത്തെ നശിപ്പിക്കാനുള്ള സമരം. കഴിഞ്ഞ ദിവസം അല്ല, ഡൽഹിയും അതോടൊപ്പം തന്നെ ഹരിയാനയും കേന്ദ്രീകരിച്ച് ഇപ്പോൾ എന്തെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടി വരുന്നതായി തോന്നലുണ്ടല്ലോ. പ്രത്യേകിച്ച് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആ പോലീസ് ഡോക്ടർമാരുടെ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ ഹരിയാന ഡൽഹി മേഖലകളിലാണ്. ആണ്, തീർച്ചയായിട്ടും. അതായത് പിന്നെ ഹരിയാന, നോയിഡ, ഡൽഹി ഇങ്ങനെയുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇവരുടെ ഒരു വിഹാര കേന്ദ്രമാണ്. ഇതൊന്നും എന്താണ് സുരക്ഷാ സേനയ്ക്കും ഈ അധികൃതർക്കും കണ്ടെത്താൻ കഴിയാത്ത? അല്ല, കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. ഇപ്പോൾ JNUവിൽ ശുദ്ധീകരണം വളരെ സ്പീഡായിട്ട് നടന്നു. പഴയതുപോലെയുള്ള JNUവിൻ്റെ ക്യാമ്പസ് അല്ല ഇപ്പോൾ. വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവരെ സംരക്ഷിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള അല്ലെങ്കിൽ പിന്നെ യോഗേന്ദ്ര യാദവിനെ പോലുള്ള ചില തരികിടകളുണ്ട്. ഈ പിന്നെ നാട് നന്നാക്കാനാണ് നടക്കുന്നതെന്നുള്ള പേര് പറഞ്ഞിട്ട് അടിയിൽ കൂടെ മറ്റേ പണി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്കൊക്കെ സഹായം കൊടുക്കാനായിട്ട് ജമാഅത്തുകളുണ്ട്, പിന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുണ്ട്, CPI പോലുള്ള സംഘടനയുണ്ട്, CPM ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം ഉള്ളിടത്തോളം കാലം ഇവരെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾ ഇതിനൊക്കെ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ 3000 കിലോ പിന്നെ ഈ എന്താണ് സ്ഫോടവസ്തു കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഇവരെല്ലാം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ ഇതിലേക്ക് ഈ പറഞ്ഞ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതലായി വരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ ഉന്നത വിദ്യാഭ്യാസമുള്ളവരിലേക്ക് വരുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം പിന്നെ ഈ നമ്മുടെ JNUവിൻ്റെ ചുവരിൽ എഴുതിയൊരു മുദ്രാവാക്യമുണ്ട്, ഈ പിള്ളേർ എഴുതിയൊരു മുദ്രാവാക്യം, ഏക് ഹി രാസ്ത നക്സൽ ബായ്. അതായത് പിന്നെ മുന്നോട്ടുള്ള വഴിയിൽ ഒന്ന് മാത്രം നക്സലിസമാണ് മുന്നോട്ടുള്ള വഴി എന്ന് അവർ എഴുതി വെച്ചു. അപ്പോൾ നോക്കിയോ, എത്രയോ കാലം ഈ റെഡ് കോറിഡോർ എന്ന് പറഞ്ഞ് ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അതായത് സംസ്ഥാനങ്ങളോളം നീണ്ടു കിടന്ന ഒരു ചുവന്ന പാത. അവിടെ ഒരു വികസനം നടത്താൻ കഴിയാതെ എത്രയോ കാലം ഈ പിന്നെ നക്സലിസം കൊണ്ട് നമ്മൾ അനുഭവിച്ചു, നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതെല്ലാം തീർത്ത് 2026 നക്സൽ ഫ്രീ ആക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് അമിത്ഷാ നടത്തിയിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് വലിയ തോതിൽ ഈ പറഞ്ഞ ആന്ധ്ര, ഒറീസ, ജാർഖണ്ഡ് പോലെ സംസ്ഥാനങ്ങളിൽ ഇവർക്കെതിരെ വേട്ട നടക്കുന്നത്. അതിനെ വെള്ളപൂശുന്ന ഒരു നടപടിയാണ് ഈ പിള്ളേരിറക്കി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ളതാണ്. ഇതിനൊന്നും പൊതുജന പിന്തുണ കൊടുക്കുകയും ഇതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവരെയൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ലയൺ ഹാൻഡ് എന്ന് പറയില്ലേ,
ആ രീതിയിൽ ഈ ഇവരെ കൈകാര്യം ചെയ്യണം. ഇവരെ വിദ്യാർത്ഥികളെ പരിഗണന കൊടുക്കരുത്, രാജ്യദ്രോഹികൾ എന്നുള്ള രീതിയിൽ വേണം അവരെ കൈകാര്യം ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, പണ്ട് ഇത്തരം മുദ്രാവാക്യം വിളിച്ച കനയ്യകുമാർ അടക്കമുള്ളവർ ഇന്ന് കോൺഗ്രസിലുണ്ട്, കോൺഗ്രസിന്റെ യുവ നേതാക്കളായി മാറിയിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ ജോലി അതാണല്ലോ. അവരെ സംബന്ധിച്ചിട്ട് മോദിക്കെതിരെ ആര് നിൽക്കുന്നു ഉടൻ തന്നെ ഞങ്ങളെ പക്ഷത്തിൽ ചേർക്കും. ഇത് കോൺഗ്രസിൻ്റെ രീതിയാണ്. കാര്യം അവരുടെയും പണി എന്താ, രാജ്യവിരുദ്ധമാണല്ലോ. നേതാവ് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി ഇന്ത്യ കുറ്റം പറയുന്നു, ജോർജ് സോറസിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തരിട പരിപാടികൾ ചെയ്യുന്നു. അത് ഈ രാജ്യത്ത് ചെയ്യാനായിട്ട് ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് വിങ്ങാണ്, രാജ്യത്തിനകത്ത് പോരാടാൻ ഈ വിദ്യാർത്ഥികളും പുറത്ത് പോരാടാൻ രാഹുൽ ഗാന്ധി. ഇനി നാളെ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ പിള്ളേർക്ക് നാളെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒരു ടൂൾ കിറ്റാണ് പോയി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് പക്ഷേ അധികകാലം ഇന്ത്യയിൽ ചിലവാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ ഇന്നലെ സമരത്തിൽ പങ്കെടുത്ത പിള്ളേർക്കുള്ള BNSന്റെ ഭാഗമായിട്ട് വളരെ കടുത്ത ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. നമുക്ക് നേരത്തെ ഈ CRPCയിൽ IPCയിൽ അതിൻ്റെ ചില പരിമിതികളുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചിട്ടാണ് ഈ BNS ഉള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എടുത്ത വകുപ്പുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഇവർക്ക് 3 വർഷം വരെ തടവ് കിട്ടാനുള്ളതാണ്. ഈ പിള്ളേരുടെ വിദ്യാഭ്യാസം പോലും ചിലപ്പോൾ തടസ്സപ്പെടാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. മാത്രമല്ല ഇത്തരം കോടതി ചെയ്ത വലിയൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ജാമ്യം കൊടുത്തില്ല. കാരണം സാധാരണ ഇതിൽ അറിയാമല്ലോ, നമുക്ക് ഇത്തരം വിഷയം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അർബൻ നക്സൽസിനെ ജാമ്യം കുറച്ച് പറഞ്ഞു വിടുകയാണ് പതിവ്. അത് ഇന്നലെ തെറ്റിപ്പോയി. ഇത് അവരുടെ കണക്കൂട്ടലിന് വലിയൊരു തിരിച്ചടിയായി എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കർശന നടപടികൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് ഉണ്ടാകുന്ന തർക്കമൊന്നും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.